ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ഒരു അടിപൊളി അയലക്കറിയാണ് കേട്ടോ. തക്കാളി ഇട്ട് വെച്ച അയലക്കറിയാണ്. അതുപോലെ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള അയലക്കറിയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന മീൻകറി നിന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഈ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കൂടുതലും അയില ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതലും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. എന്നാലും നമുക്ക് ചാളയൊക്കെ ഇതുപോലെ തന്നെ വെക്കാം. അതുപോലെ ഇതില് കുടംപുളിനേക്കാളും കൂടുതൽ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെയൊക്കെ അളവ് ഞാൻ വീഡിയോയിലോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടി വെക്കാം. മൺചട്ടിയിൽ ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റുക കേട്ടോ. 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണോ ആ ഉള്ളി അടുക്കി പിടിക്കുന്ന പോലെ തോന്നിയത് കൊണ്ടാണ് കേട്ടോ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ളതും പഴുത്തതുമായിട്ടുള്ള തക്കാളി കേട്ടോ. അപ്പൊ അതെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ച് തക്കാളി വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒക്കെ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. ഇതുപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇനി കയ്യിലുകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. ഞാൻ തക്കാളിയിട്ട് അങ്ങനെ അധികം വെക്കാറില്ല കേട്ടോ. പക്ഷെ ഇത് വെച്ചപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ മാങ്ങ ഇട്ട് അതിൽ വെക്കുമല്ലോ. ഇതിപ്പോ തക്കാളി ഇരുന്നത് കൊണ്ട് ഞാൻ ഇട്ട് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുടംപുളി, ഒരു വലിയ കുടംപുളിയാണ് കേട്ടോ എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് അത് 2ആയിട്ട് മുറിച്ചിട്ടതാണ്. എന്നിട്ട് അത് നന്നായിട്ട് അതിലോട്ട് ഇട്ടിട്ട് പുളി മാത്രം ഇട്ട് കൊടുക്കുക. വെള്ളം ഇപ്പൊ ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. അതിൽ മല്ലിപ്പൊടി 2 ടീസ്പൂണും മുളക് പൊടി ആവശ്യത്തിന് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അതുപോലെ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ കുരുമുളക് പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഈ പൊടികളുടെ പച്ചമണം മാറും വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പാകം ആകുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അതുപോലെ ഇപ്പൊ ഒഴിച്ചു കൊടുത്തത് ഞാൻ നേരത്തെ കുടംപുളി ഇട്ട് വെച്ചിരുന്ന ആ വെള്ളമാണ്. അതിനുശേഷം ഞാൻ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നല്ല ചൂട് വെള്ളം, പിന്നെ 1 കപ്പ് നോർമൽ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ടാണ് കേട്ടോ നോർമൽ ഒഴിച്ചത്. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. 2 കപ്പ്. പിന്നെ ചാറൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. വെള്ളം എന്തോരം വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അതായത് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ അയില വറുക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അയിലയ്ക്ക് കുറേ നാൾ കൂടിയാണ് അയില വാങ്ങിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിയും കൊള്ളായിരുന്നു, വറുത്തതും കൊള്ളായിരുന്നു. അപ്പൊ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക. ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം. നന്നായിട്ട് പറ്റി വരണവരെ അവിടെ വെക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലോണം പറ്റി ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് അടച്ചു വെക്കണം കേട്ടോ. ഞാനിത് 1 മണിക്കൂറിന് ശേഷമായിട്ട് എടുത്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. തേങ്ങ അരയ്ക്കാത്ത കറിയാണെന്ന് പറയേയില്ല കേട്ടോ. നല്ല കുറുകിയ ചാറായിരുന്നു. ആവശ്യത്തിന് പുളിയും എരിവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആണ് എന്നുള്ളത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആണ്. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ. ബാച്ചിലേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ജോലിക്ക് പോണവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.